കൊല്ലം കോർപ്പറേഷനിൽ പാഴാക്കിയ നിലയിൽ പുതിയ ടാബുകളും PPE കിറ്റുകളും കണ്ടെടുത്ത സംഭവത്തിൽ മേയർ സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. പാക്കറ്റ് പൊട്ടിക്കാത്തവ ഉൾപ്പെടെ 165ഓളം ടാബുകളാണ് കഴിഞ്ഞ ദിവസം ആക്രി സാധനങ്ങൾക്കിടയിൽ നിന്നും കിട്ടിയത്. ടാബുകളുടെയും PPE കിറ്റുകളുടെയും കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് മേയർ AK ഹഫീസ് അറിയിച്ചിരുന്നു. സാധ്യതയുണ്ട്. ഇത്രയും സാധനം അലക്ഷ്യമായിട്ട് അതിനകത്ത് ആരും സൂക്ഷിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് തുറന്ന് അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ദയനീയമായ അവസ്ഥ. ഞാനൊരു 11 മണിക്ക് ഓഫീസ് വരുമ്പോൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളികളാണ് എന്ന് പറയുന്നത്. സാറേ, ഇവിടെ ഇങ്ങനെ കുറേ അധികം കമ്പ്യൂട്ടർ എന്ന ഭാഷ അവർ പറഞ്ഞത്. ശരിക്കും ഇത് ടാബ്ലറ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ എന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടർ എല്ലാം കൂടെ വരെ അടുക്കി വെച്ചിരിക്കുന്നു. അത് പൊട്ടിച്ചിട്ട് പോലും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇത് ഏറ്റവും രസകരമായ കാര്യം, ഇപ്പോഴും എനിക്ക് വിശ്വാസമില്ല ഇത് എന്ത് ആവശ്യങ്ങൾക്കവിടെ വന്നതാണെന്ന്. ഏത് പദ്ധതിപ്പെടുത്തി ഇത് വാങ്ങിയതാണോ? ഇത് യഥാർത്ഥത്തിൽ ആരുടേതായാലും ഏത് പദ്ധതിപ്പെടുത്തിയതായാലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണിത്. എന്ത് പറഞ്ഞാലും അത് ഏത് തരത്തിൽ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇത് ശരിക്കും അവർ പല കാരണങ്ങളും പലതും ന്യായങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നവർ. എന്തായാലും ഇത് ആരാണ് ഇതിന് പിന്നിലെന്നും എങ്ങനെയാണ് ഇത്രയധികം സാധനം ശ്രദ്ധിക്കപ്പെടാതെ ആക്രികളുടെ കൂട്ടത്തിൽപ്പെട്ടതെന്നും ഇതെവിടെയും സൂക്ഷിച്ചു വെച്ചു എന്നുള്ളൊരു വാക്ക് അതിനത് യോജിക്കുന്നതല്ല എന്നാണ് എൻ്റെ ഒരു സാധാരണ ലോജിക്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി നീരജ് ചേരുകയാണ്. നീരജ്, കോർപ്പറേഷന്റെ കടുത്ത അനാസ്ഥ എന്ന് വേണം കരുതാൻ. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അതെ ദീപ, ഈ നികുതി പണം വലിയ തോതിൽ പാഴാക്കുന്നതിന്റെ ഒരു വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം കൊല്ലം കോർപ്പറേഷനിലെ ഒരു മുറി തുറന്നപ്പോൾ കണ്ടത്. അവിടെ ഫീഡിംഗ് റൂമായി പൂട്ടിയിട്ടിരിക്കുന്ന ഒരു മുറിയാണ് മേയറുടെ നിർദ്ദേശപ്രകാരം വൃത്തിയാക്കിയത്. അതിനിടെയാണ് ഇത്രയും വിലപ്പെട്ട സാധനങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തത്. PPE കിറ്റ്, 160ഓളം ടാബ്ലറ്റ് കമ്പ്യൂട്ടറുകൾ, കൂടാതെ ഒരു മുറി നിറയെ ബ്ലീച്ചിങ് പൗഡർ, ചുമർ പാനലിങ്ങിനുള്ള മെറ്റീരിയൽ എന്നിവ കണ്ടെടുത്തു. ഇവയെല്ലാം തന്നെ ഉപയോഗിക്കാതെ അവിടെ കിടന്ന് നശിക്കുകയായിരുന്നു. ഏതായാലും മേയർ ഇപ്പോൾ ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മേയർ AK ഹഫീസ് കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന അഡീഷണൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി നിർദ്ദേശിച്ചിട്ടുണ്ട്. അടിയന്തര പ്രാധാന്യത്തോടെ ഇതിന്റെ റിപ്പോർട്ട് നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെയധികം വിലപ്പെട്ട സാധനം, ഏകദേശം ഒരു ടാബിന് 4000 രൂപയെങ്കിലും വില വരും. ആ കണക്കിന് നോക്കുമ്പോൾ 165 ടാബുകളാണ് കണ്ടെടുത്തത്. ഏകദേശം 6 ലക്ഷത്തിൽ പരം രൂപയാണ് ടാബുകളുടെ ഇനത്തിൽ മാത്രം പാഴായിരിക്കുന്നത്. അവ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന കാര്യം തന്നെ സംശയമാണ്. അത് ഏത് സ്കീമിൽ അവിടെ വന്നു എന്നതിനെ പറ്റി പോലും അറിയില്ല. മുൻ ഭരണസമിതിയാണ് ഏതായാലും ഇതിന് ഉത്തരവാദി. നമുക്കറിയാം, ഒരു 1/4 നൂറ്റാണ്ടോളം മറ്റ് ഇടതുപക്ഷമാണ് കൊല്ലം കോർപ്പറേഷൻ ഭരിച്ചത്. അവരുടെ അനാസ്ഥയായി തന്നെ കണ്ട് നടപടിയെടുക്കുന്നതിനുള്ള ഒരു നീക്കത്തിലാണ് നിലവിലെ ഭരണസമിതി. ദീപ. ശരി നീരജ്.